മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും നമുക്ക് ആദ്യം അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പതിയെ പതിയെ നല്ല പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും പർച്ചേസ് ചെയ്യാം. ഒരു യൂസ്ഫുള്ളും ഉണ്ടാവില്ല. ബട്ട് അതിനുശേഷം നിങ്ങൾ ഹൈ പ്രൈസ് കൊടുത്ത് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ മേക്കപ്പ് വാനിറ്റി നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ പർച്ചേസ് ചെയ്യാതെ ജസ്റ്റ് 5 പ്രൊഡക്ട്സ് മാത്രം വെച്ച് നിങ്ങൾക്ക് ഏത് ബ്രൈഡൽ മേക്കപ്പ് വേണമെങ്കിൽ ചെയ്യാം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനും നമ്മുടെ ഫേസ് നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ നൽകി ഫ്ലോലെസ് ലുക്ക് നമ്മുടെ മേക്കപ്പ് ഫ്ലോലെസ് ലുക്ക് നൽകാൻ നമുക്ക് മോയ്സ്ചറൈസർ മസ്റ്റാണ്. അതിനുശേഷം പ്രൈമർ നമുക്ക് സ്കിൻ ടൈപ്പിനനുസരിച്ച് മസ്റ്റാണ്. ചിലർക്ക് ഓപ്പൺ പോർസ് ഉണ്ടാവും, അതെല്ലാം ക്ലിയർ ചെയ്യണം. നമ്മുടെ മേക്കപ്പ് എക്സ്ട്രാ സ്വെറ്റനിങ് എല്ലാം ലോക്ക് ചെയ്യണം. നമുക്ക് മേക്കപ്പ് കേക്കി ആവാതെ സ്മഡ്ജ് ആവാതെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ നമുക്ക് പ്രൈമർ മസ്റ്റാണ്. അതിനുശേഷം ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ മസ്റ്റാണ്. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെ നമുക്ക് വേണം. അതിനുശേഷം കൺസീലർ നമ്മുടെ ഫേസിലെ ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ, അൺഈവൻ സ്കിൻ ടോൺ എല്ലാം ക്ലിയർ ചെയ്യണം. കാരണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് അപ്പോഴും നമ്മുടെ ഫേസിലെ ഡാർക്ക് സർക്കിൾസ് എല്ലാം ക്ലിയർ ആയിട്ടില്ല. അതിന് കൺസീലർ ആണ്. കൺസീലറിന് ശേഷം നമ്മളിപ്പോൾ വരെ ചെയ്ത മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്യാൻ നമുക്കൊരു ലൂസ് പൗഡർ അല്ലെങ്കിൽ നമുക്കൊരു കോമ്പാക്ട് പൗഡർ മസ്റ്റ് ആണ്. ജസ്റ്റ് ഈ 5 പ്രോഡക്ട്സ് മാത്രം മതി നിങ്ങളുടെ മേക്കപ്പ് വാനിറ്റി സ്മാർട്ട് ആക്കാൻ. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്രോ ലെവൽ വാനിറ്റി ക്രിയേറ്റ് ചെയ്യാം. ബട്ട് മേക്കപ്പ് വാനിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിമെമ്പർ വൺ തിങ്, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി.